we can discuss about immune response. Here we will discuss different immune responses like cell mediated immune response or T cell mediated immune response and humoral mediated immune response or antibody mediated immune response. Okay. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അതിൽ വരുന്നതാണ് ഡിഫെൻസീവ് മെക്കാനിസവും അങ്ങനെയുള്ള സംഗതികളെല്ലാം. രണ്ടാമത്തേതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് ഈ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. നമ്മളെ ലൈഫ് ടൈമിൽ നമുക്കൊരു ആൻറ്റിജൻ സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ എങ്ങനെയാണ് ആ ആൻറ്റിജനെതിരെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ആസ് ദ സ്പെസിഫിക് റിയാക്ടിവിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻ ഹോസ്റ്റ് ബൈ ആൻ ആൻറ്റിജനിക് സ്റ്റിമുലസ് ഈസ് നോൺ ആസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഒരു ആൻറ്റിജൻ സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് ഹോസ്റ്റ് സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെസിഫിക് റിയാക്ടിവിറ്റിനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്? ദർ ആർ 4 ക്യാരക്ടറിസ്റ്റിക്സ്: ഡിസ്ക്രിമിനേഷൻ, സ്പെസിഫിസിറ്റി, അനംനെസിസ് ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ബൈ ലിവിങ് സെൽസ്. സോ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രിമിനേഷൻ. പേര് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. It is the ability of immune system to have a clear-cut discrimination between self and non-self. ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ബോഡിയിലുള്ള ഒരു സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യാതെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ആദ്യം ഇത് ഒരു ആൻറ്റിജൻ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെൽ എന്ന് പറയുന്ന സെല്ലിൻ്റെ ഫങ്ഷൻസുകളൊക്കെ വരുന്നത്. സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിസിറ്റി. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി സ്പെസിഫിക് ഫോർ ഇൻഡ്യൂസിങ് മെറ്റീരിയൽ ഓർ ആൻറ്റിജൻ to which the immune cells or antibody would interact in a much prominent and greater strength. നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി എപ്പോഴും ഉണ്ട്. ഓക്കെ, ഇമ്മ്യൂണിറ്റി എപ്പോഴും ഉള്ള സാധനം തന്നെയാണ്. പക്ഷെ ഒരു ആൻറ്റിജൻ വരുന്ന സമയത്ത് ആ ആൻറ്റിജനോട് പ്രോമിനൻ്റ് ആയിട്ടും ഗ്രേറ്റർ സ്ട്രെങ്ത്തിലും സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കുന്ന എക്സ്ട്രീം റിയാക്ഷൻസുകൾ റെസ്പോൺസ് ആണ് രണ്ടാമത്തെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്പെസിഫിസിറ്റി, അതിനോട് മാത്രമായിട്ട് കൂടുതൽ സ്ട്രെങ്ത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവണം. ഓക്കെ, third one is anamnesis. Anamnesis is also known as anamnestic response or immunologic memory. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് രണ്ടാമത് ഒരു ആൻറ്റിജൻ, ഒരേ ആൻറ്റിജൻ രണ്ടാമതൊരു എക്സ്പോഷർ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ബോഡി കൂടുതൽ സമയമെടുക്കാതെ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി. It is the critical ability to elicit large specific response much more rapidly on being induced by second exposure to the same very foreign antigen. Okay, ഒരേ ആൻറ്റിജൻ രണ്ടാമത് ബോഡിയിലോട്ട് വരുന്ന സമയത്ത് ലാർജ് സ്പെസിഫിക് റെസ്പോൺസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, ദാറ്റ് ഈസ് ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി. Active immunity is observed to be exclusively transferable from one particular inbred animal species to another by respective immune cell or lymphocytes. അപ്പോൾ ഇതിന് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ആൻറ്റിജൻസിൽ നമുക്ക് ചിലപ്പോൾ ആൻറ്റിബോഡീനെ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഗതി ഒരു അനിമലിൽ ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ട് അതിനെ പാസ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഹോസ്റ്റ് സെല്ലിൽ ഒരു ആൻറ്റിജൻ വരുന്ന സമയത്ത് ചില ലിംഫോസൈറ്റ് സെൽസുകൾ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ആ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഈ ഒരു ഇമ്മ്യൂണിറ്റിനെ
നമുക്ക് ആ അടുത്ത അനിമൽസിലോട്ട് അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് അനിമൽസിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്. Now coming to the types of immune response. Immune response നെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. First one is humoral immune response and second one is cellular immune response. Humoral immune response is also known as antibody mediated immune system or AMIS, or it is also known as B cell mediated immune response. ഈ പേര് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമറസ് എന്ന് പറയുന്ന ബോണിൻ്റെ അകത്തുള്ള ബോൺ മാരോ എന്നാണ് ബീറ്റാ ലിംഫോസൈറ്റ് സെൽസുകൾ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റാ സെൽസുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ആയതുകൊണ്ട് ബീറ്റാ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. ഇനി ഈ ബീറ്റാ സെൽസുകൾ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സെൽസ് അല്ലെങ്കിൽ പ്രോട്ടീൻസുകളാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ അതിന് സിസ്റ്റം എന്നുള്ളതും കൂടി വേറൊരു പേരാണ്. സെല്ലുലാർ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയാൻ കാരണം ടി ലിംഫോസൈറ്റ് സെൽസുകളാണ് ഈ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. 2 രീതിയിലുള്ള ഇമ്മ്യൂൺ സെൽസുകളാണ് ബോഡിയിലുള്ള, ലിംഫോസൈറ്റ് സെൽസുകളാണ് ബോഡിയിലുള്ളത്, ബി സെൽസും ടി ലിംഫോസൈറ്റ് സെല്ലും. ഈ ടി സെൽസിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി സെൽസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടി സെൽസുകളുണ്ട്, അതിൽ നിന്ന് കുറച്ച് കെമിക്കൽസുകൾ റിലീസ് ചെയ്യുക. ആ കെമിക്കൽസുകൾ ബോത്ത് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആൻറ്റിബോഡി പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പല കെമിക്കൽസുകളും ഫാഗോസൈറ്റോസിസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് സെല്ലുലാർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. It is also known as antibody mediated immune response or B cell mediated immune response. ഇത് സാധാരണഗതിയിൽ എപ്പോഴാണ് ആക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ പാത്തോജൻസ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ. മെമ്മറി സെല്ലുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫെൻസ് കൊടുക്കുന്നത്. ഓക്കെ, നോ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡിയാണ് ഇതിൽ മെയിനായിട്ട് നടക്കാൻ പോകുന്ന സംഗതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിനിമം നടക്കുന്ന 3 സ്റ്റെപ്സുകളാണ് എൻട്രി ഓഫ് ആൻറ്റിജൻ ഇൻ ടു ദ ബോഡി. അപ്പോൾ അത് ആൻറ്റിജൻ ആദ്യം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോ കോമ്പിറ്റൻറ്റ് സെല്ലുമായിട്ട് കോണ്ടാക്റ്റ് വരും. ദെൻ അങ്ങനെ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലും MHC മോളിക്യൂൾസും കൂടി തീരുമാനിച്ച് ആ ഒരു സാധനത്തിന് മാക്രോഫേജിന് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബീറ്റാ ലിംഫോസൈറ്റ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻറ്റിബോഡി സെക്രീഷൻസുകൾ സിന്തസിസ് ചെയ്യും. ഓക്കെ, ആൻറ്റിബോഡി സെക്രീഷൻസ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് നോർമലി നടക്കുന്ന 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റെപ്പ് നടക്കുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേണിലാണ്. നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് കർവ് പഠിച്ച അതേപോലെ തന്നെ ഇവിടെയും ഒരു ലാഗ് ഫേസ്, ലോഗ് ഫേസ്, പ്ലാറ്റ്യൂ ഓർ സ്റ്റഡി സ്റ്റേറ്റ് ഫേസ് ആൻഡ് ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ലാഗ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മളൊരു ആൻറ്റിജൻ ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഒരു ആൻറ്റിബോഡി സിന്തസിസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് അത്രയും ഒരു സമയത്തിനെയാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് സ്റ്റേജ് ഫോളോയിങ് ആൻറ്റിജനിക് സ്റ്റിമുലസ് ഡ്യൂറിങ് ദർ ഇസ് നോ ആൻറ്റിബോഡി ഡിറ്റക്റ്റഡ് ഇൻ സർക്കുലേഷൻ. ഈ ഒരു സമയത്ത് ആൻറ്റിജൻ ഏതാണ് എന്ന് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഫേസ് ഈസ് ലാഗ് ഫേസ്. ദർ വിൽ ബി എ സ്റ്റഡി റൈസിങ് ടൈറ്റർ ഓഫ് ദി ആൻറ്റിബോഡി. ഫൈൻഡ് ഔട്ട് ചെയ്തു ഇത് ആൻറ്റിജൻ ആണ്, ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി സിന്തസിസ് ഉണ്ടാവാൻ തുടങ്ങും. ദെൻ ദർ ഈസ് എ സ്റ്റഡി സ്റ്റേറ്റ് ഓർ പ്ലാറ്റ്യൂ. ആൻറ്റിബോഡി സിന്തസിസ് ചെയ്തു, ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഉണ്ടായിട്ടുള്ള ആൻറ്റിബോഡീസുകൾ ആൻറ്റിജനുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസുകളൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്പർ ഓഫ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബൈൻഡിങ് വിത്ത് ആൻറ്റിജൻ. അതുകൊണ്ട് ഫർദർ നമ്പർ ഓഫ് ആൻറ്റിബോഡി കൂടാതെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫേസ് ഓഫ് ഡിക്ലൈൻ. ഹിയർ ആൻറ്റിബോഡി പ്രൊഡക്ഷനേക്കാളും കൂടുതൽ
ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസുകൾ നടന്ന് ആൻറ്റിജൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. അപ്പോഴേക്കും ചിലപ്പോൾ സ്റ്റിമുലേഷൻ നിന്നിട്ടുണ്ടാവും. അങ്ങനെയാവുന്ന സമയത്ത് ആൻറ്റിബോഡി പ്രൊഡക്ഷനും സ്ലോ ആവും. അതാണ് 4 ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ്. There will be a lag phase, then a log phase, then a plateau, then a decline phase. ഇനി ഇതേ ആൻറ്റിജൻ രണ്ടാമതൊന്നും കൂടി വന്നു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ടൈം വരുന്നതിനെ നമ്മൾ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയും. രണ്ടാമതൊരു ആൻറ്റിജൻ സെക്കൻഡ് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടൈറ്റർ, ആൻറ്റിബോഡിയുടെ ടൈറ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ 10⁻1 ആണ് ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ 4 ഇരട്ടിയോളം നമ്പർ ഓഫ് ആൻറ്റിബോഡി വളരെ ഷോർട്ട് പീരിയഡിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ഹ്യൂമറൽ റെസ്പോൺസ്. ഓക്കെ, അതാണ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സെയിം അല്ലാത്ത വേറൊരു ആൻറ്റിജൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെയാണ് ടൈം എടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ആൻറ്റിജൻ ഫസ്റ്റ് എക്സ്പോഷർ ആൻറ്റിജൻ എക്സ് വെച്ചിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായ സമയത്ത് എങ്ങനെയാണോ ഒരു പ്രൈമറി റെസ്പോൺസ് ഉണ്ടായത് അതുപോലെ തന്നെ ആയിരിക്കും ആൻറ്റിജൻ വൈ കൊണ്ടുണ്ടാകുന്ന പ്രൈമറി റെസ്പോൺസ് ഉണ്ടാവുക. പക്ഷേ ആൻറ്റിജൻ എക്സിൻ്റെ സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സെക്കൻഡറി ആൻറ്റിബോഡീസിൻ്റെ ടൈറ്റർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിരിക്കും, വളരെ കൂടുതലായിരിക്കും, വളരെ ലാർജ് എമൗണ്ടിലും ആയിരിക്കും. ഓക്കെ, സോ that is the primary response and secondary response. അപ്പോൾ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് ഉണ്ടാവുന്ന ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ ദർ വിൽ ബി എ long lag phase and low amount of antibody and last for short period of time, and antibody produced during the primary response is IgM. ആൻറ്റിബോഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. ഇനി ഒരു സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് സെക്കൻഡ് സ്റ്റിമുലസ് ഫ്രം സെയിം ആൻറ്റിജൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ലാഗ് ഫേസിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. and they will give high amount of circulating antibody and last for long period, and this is known as IgG. അല്ലെങ്കിൽ ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡിയാണ് IgG എന്ന് പറയും. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല നോൺ ലിവിൻ വാക്സിൻസുകളും നമ്മൾ മൾട്ടിപ്പിൾ ഡോസിൽ കൊടുക്കുന്നത്. ഈ ഒരു സെക്കൻഡറി റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈമിംഗ് ഡോസും ബൂസ്റ്റർ ഡോസുകളൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് ആൻറ്റിബോഡി വളരെ ഷോർട്ട് ടൈമിൽ അതിനെ സിന്തസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അതുപോലെ ലൈവ് വാക്സിൻസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളത് അറ്റ്യുനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈവായിട്ടുള്ള ഓർഗാനിസംസുകളായിരിക്കും. അപ്പോൾ ഓർഗാനിസത്തിന് ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിജനിക് സ്റ്റിമുലേസ് ബോഡീസിന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എഴുതേണ്ടത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് എഴുതണം, അതിൻ്റെ വേറെ പേരുകൾ എഴുതണം, അത് എപ്പോഴാണ് ഡിഫെൻസീവ് തരുന്നത് എന്നുള്ള കാര്യം എഴുതണം. ഇതൊന്നും നിങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും എന്താണെന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്താണെന്നും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിർബന്ധമായിട്ടും എഴുതേണ്ട സംഗതി ഹ്യൂമറൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ മെക്കാനിസം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമറൽ റെസ്പോൺസ് സാധാരണഗതിയിൽ 3 ടൈപ്പ് ഓഫ് സെൽസുകൾ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലാണ്. സെക്കൻഡ് സെൽ എന്ന് പറയുന്നത് T ലിംഫോസൈറ്റ് സെൽസുകളാണ്. ദെൻ തേർഡ് വൺ ഈസ് B ലിംഫോസൈറ്റ് സെൽസുകളാണ്. ഇതൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഈ സെല്ലുകളൊക്കെ എവിടെ വരുന്നതാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെൽ, T സെൽ ആൻഡ് B സെൽസ്. അപ്പോൾ ആദ്യം തന്നെ നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിജൻ നമ്മളെ ബോഡിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്യാപ്ചർ ആൻഡ് പ്രോസസ് ആൻറ്റിജൻ ബൈ APC, ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെൽ ഇൻ അസോസിയേഷൻ വിത്ത് MHC മോളിക്യൂൾ. മേജർ ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീനുമായിട്ട് ആദ്യം തന്നെ
അസോസിയേറ്റ് ചെയ്തിട്ട് ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലുകളായിട്ടുള്ള മാക്രോഫേജസുകളും ഡെൻഡ്രിക് സെൽസുകളും അതിനെ ക്യാപ്ചർ ചെയ്യും. ആൻറ്റിജനെ ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ ഒരു സെല്ലിനെ അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിജനെ ടി സെല്ലിലോട്ട്, ടി ലിംഫോസൈറ്റ് സെല്ലിനെ അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ് സെല്ലിൻ്റെ റിസപ്റ്ററിലോട്ട് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, ടി ലിംഫോസൈറ്റ് സെല്ലിനെ പ്രസൻറ്റ് ചെയ്യും. ദിസ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ്. ടി ലിംഫോസൈറ്റ് സെല്ലിനും ബി ലിംഫോസൈറ്റ് സെല്ലിനും ബാക്ടീരിയനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലുകൾ ചെയ്യുന്നത്. APC സെല്ലുകൾ ചെയ്യുന്നത് ലൈക്ക് മാക്രോഫേജസ് ആസ് വെൽ ആസ് ഡെൻഡ്രിക് സെൽസ് ചെയ്യുന്ന ഒറ്റേ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ഇവിടെ ഉണ്ട് കേട്ടോ എന്നുള്ളത് ടി ലിംഫോസൈറ്റ് സെല്ലിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവുന്ന സെൽസുകൾ, അതിലുള്ള MHC മോളിക്യൂൾസുകൾ സാധാരണഗതിയിൽ ഏത് സെല്ലിനാണ് ഉള്ളതെന്നനുസരിച്ച് അതിൻ്റെ MHCൻ്റെ ക്ലാസ്സുകൾ പറയുന്നുണ്ട്. അതായത് MHC ക്ലാസ് 2 ആണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പർ ടി സെല്ലിലോട്ട് ആണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ക്ലാസ് 1 ആണെന്നുണ്ടെങ്കിൽ CD4 സൈറ്റോടോക്സിക് ടി സെൽസിലോട്ടാണ് അതിന് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തായാലും ടി സെൽസിലോട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സമയത്ത് ഇനി ബാക്കി ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ് സെൽസുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി ലിംഫോസൈറ്റ് സെൽസുകൾ ബി ലിംഫോസൈറ്റ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ല് MHC മോളിക്യൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത് ആൻറ്റിജനാണ്, ഇത് സെൽഫായിട്ടുള്ള സാധനമല്ല, നോൺ സെൽഫായിട്ടുള്ള ഒരു സാധനമാണ്, ആൻറ്റിജനാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് ടി ലിംഫോസൈറ്റ്സിൽ പ്രസൻറ്റ് ചെയ്യും. ടി ലിംഫോസൈറ്റ് സെല്ലുകൾ അതിൻ്റെ ബി ലിംഫോസൈറ്റ് സെൽസിനെ ഇത് ആൻറ്റിജനാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ബി ലിംഫോസൈറ്റ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ബി ലിംഫോസൈറ്റ് സെല്ലിന് ക്ലോണൽ പ്രോലിഫറേഷൻ നടക്കും. ക്ലോണൽ പ്രോലിഫറേഷൻ നടന്നിട്ട് അതിൻ്റെ കുറച്ച് പാർട്ടുകൾ പ്ലാസ്മ സെല്ലുകളും അതിൻ്റെ കുറച്ച് പാർട്ടുകൾ മെമ്മറി സെല്ലുകളുമായിട്ട് മാറും. ഓക്കെ, കുറച്ച് പാർട്ടുകൾ പ്ലാസ്മ സെല്ലുകളും കുറച്ച് പാർട്ടുകൾ മെമ്മറി സെല്ലുകളുമായിട്ട് മാറും. ഓക്കെ, ഇനി ഈ പ്ലാസ്മ സെല്ലുകളാണ് സാധാരണഗതിയിൽ ആൻറ്റിബോഡി സിന്തസിസ് ഉണ്ടാക്കുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്മ സെല്ലുകളാണ് ആൻറ്റിബോഡി സിന്തസിസ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ആൻറ്റിബോഡിയുടെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ടി ലിംഫോസൈറ്റ് സെല്ലാണ് ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്നത്. ആൻറ്റിബോഡിയുടെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ടി സെല്ലാണ് സപ്രസർ ടി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ടി സെൽസുകളാണ് ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്നത്. ആ ആൻറ്റിബോഡി ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സെൽസുകളാണ് സപ്രസർ ടി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ബീറ്റ അല്ലെങ്കിൽ പ്ലാസ്മ സെൽസുകളും ആൻറ്റിബോഡി ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല. കുറച്ച് പോർഷൻ മെമ്മറി സെല്ലുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ മെമ്മറി സെല്ലുകളുടെ പ്രസൻസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡറി ആൻറ്റിജനിക് സ്റ്റിമുലസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓർ സ്റ്റെപ്സ് ഓഫ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം തന്നെ ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലുകളായിട്ടുള്ള മാക്രോഫേജസുകളും ഡെൻഡ്രിക് സെൽസുകളും അത് APCയുമായിട്ട് ബൈൻഡ് ചെയ്യും. APCയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇത് സെൽഫ് മോളിക്യൂൾ അല്ല, നോൺ സെൽഫാണ്, ആൻറ്റിജനാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം ആ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആൻറ്റിജനെ ടി ലിംഫോസൈറ്റ് സെല്ലിൻ്റെ റിസപ്റ്ററിലോട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യും. അവിടുന്ന് ആ ടി ലിംഫോസൈറ്റ് സെൽസുകൾ ബീറ്റ ലിംഫോസൈറ്റ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ ബീറ്റ ലിംഫോസൈറ്റ് സെൽസിന് ക്ലോണൽ പ്രോലിഫറേഷൻ നടക്കും. അത് പ്ലാസ്മ സെല്ലുകളായിട്ട് മാറും. പ്ലാസ്മ സെല്ലുകൾ ആൻറ്റിബോഡി സിന്തസിസ് ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡി സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ടി സെൽസുകളാണ് ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്നത്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ടി സെൽസുകളാണ് സപ്രസർ ടി സെൽസ് എന്ന് പറയുന്നത്. ഈ കൺവേർട്ട് ചെയ്തിരിക്കുന്ന പ്ലാസ്മ സെല്ലുകളിൽ കുറച്ച് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് മെമ്മറി സെല്ലുകളായിട്ട് മാറും. ആ മെമ്മറി സെല്ലുകളാണ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെമ്മറി, ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി കോസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സെല്ലുലാർ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ T cell mediated immune response.
important point to be noted here is this is a specific immune response that do not involve antibody. ഇതൊരു സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് തന്നെയാണ്, പക്ഷേ ഇവിടെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ആൻറ്റിബോഡി ഉണ്ടാവുന്നുണ്ടെന്നൊന്നും ഒരു കാരണവശാലും എഴുതി വെക്കരുത്. ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല, പക്ഷേ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹ്യൂമറൽ റെസ്പോൺസിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നോ ഇതൊക്കെ എപ്പോഴാണിത്, അല്ലെങ്കിൽ ഈ CMI എന്ന് പറയുന്ന സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിലൈഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ഉണ്ടാവാം, സ്ലോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൽ, അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷസ് ഡിസീസസുകൾ കോസ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് ട്യൂബർക്കുലോസിസ്, ലെപ്രസി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, പ്രോട്ടോസോവ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസുകളൊക്കെ വരുന്ന സമയത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണിറ്റി ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് ആക്ട് ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ദെൻ ഇമ്മ്യൂണോളജിക്കൽ സർവൈലൻസ് ആൻഡ് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് ദ ക്യാൻസർ, ദെൻ പാത്തോജനസിസ് ഓഫ് സെർട്ടൈൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഈ CMI പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളത് നോക്കാം. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ആൻറ്റിജൻ നിർബന്ധമായിട്ടും T സെൽ ഡിപ്പെൻഡൻ്റ് ആൻറ്റിജൻ ആയിരിക്കണം. എന്താണ് T സെൽ ഡിപ്പെൻഡൻ്റ് ആൻറ്റിജൻ എന്നുള്ളത് ആൻറ്റിജൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സാധാരണഗതിയിൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബീറ്റാ ലിംഫോസൈറ്റ് സെല്ലുകൾ മാത്രം ആക്ടിവേറ്റ് ചെയ്താൽ മതി. ചില ആൻറ്റിജൻസുകൾ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് T സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആൻറ്റിജനെയാണ് T സെൽ ഡിപ്പെൻഡൻ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. അല്ലാത്തതിനെയാണ് T സെൽ ഇൻഡിപെൻഡൻ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ പ്രത്യേകത, T സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ അവിടെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് B സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൻറ്റിജന് മാത്രമേ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇവിടെയും APC മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യും. ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലുമായിട്ട്, സെല്ലാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആൻറ്റിജൻ ആണോ അത് MHC മോളിക്കുമായിട്ട് കോംപ്ലക്സ് ചെയ്ത് നിൽക്കുന്ന ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലുമായിട്ട് അത് ബൈൻഡ് ചെയ്യും. അത് ആൻറ്റിജൻ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് T സെല്ലിലോട്ട് പ്രസൻറ്റ് ചെയ്യും. ഓരോ T സെൽസിലും സ്പെസിഫിക് റിസപ്റ്റേഴ്സുകളുണ്ട്, സർഫസ് ബിയറിംഗ് റിസപ്റ്റേഴ്സുകളുണ്ട്. അത് അതാത് ആൻറ്റിജൻ്റെ എപ്പിടോപ്പുമായിട്ട് കറക്റ്റായിട്ട് ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് T സെല്ലിന് ക്ലോണൽ പ്രോലിഫറേഷൻ സംഭവിക്കും. ഓക്കെ, T സെല്ലിന് ക്ലോണൽ പ്രോലിഫറേഷൻ സംഭവിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് T സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. കില്ലർ T സെൽസ്, ഹെൽപ്പർ T സെൽ, സപ്രസർ T സെൽസ് ആൻഡ് മെമ്മറി T സെൽസുകളായിട്ട് അത് ഫോം ചെയ്യും. ഡിഫറെൻറ്റ് ക്ലോണൽ പ്രോലിഫറേഷൻ സംഭവിച്ച്, നേരത്തെ പ്ലാസ്മ സെൽസുകളാണ് നമ്മൾ ബീറ്റാ ലിംഫോസൈറ്റ് സെല്ലിൻ്റെ കേസിൽ പറഞ്ഞത്. T സെൽസിന് ക്ലോണൽ പ്രോലിഫറേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് സെല്ലുകളാണ് കില്ലർ T സെൽ വിച്ച് വിൽ ഡയറക്ട്ലി ഡിസ്ട്രോയ് ആൻറ്റിജൻ, ഹെൽപ്പർ T സെൽ വിച്ച് വിൽ സ്റ്റിമുലേറ്റ് T as well as B lymphocyte cells, suppressor T cells which will inhibit T and B lymphocyte cells, and memory cells which will remember the antigen for the future encounter. Okay, now ഇങ്ങനെ സിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ക്ലോണൽ പ്രോലിഫറേഷൻ സംഭവിച്ചു, മെമ്മറി സെല്ലുകളും എഫക്റ്റർ സെല്ലുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്യുന്ന സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് T ലിംഫോസൈറ്റ് സെല്ലിൽ നിന്ന് കുറച്ച് കെമിക്കൽസുകൾ റിലീസ് ചെയ്യും. ലിംഫോസൈറ്റിൽ നിന്ന് കുറച്ച് ബയോളജിക്കൽ മീഡിയേറ്റേഴ്സുകൾ റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് ലിംഫോകൈൻസ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ മീഡിയേറ്റേഴ്സിനെയാണ് ലിംഫോകൈൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദേ വിൽ ആക്ടിവേറ്റ് മാക്രോഫേജസ് ആസ് വെൽ ആസ് ദേ വിൽ കിൽ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ്. Okay, now let's see difference between antibody mediated immune response and cell mediated immune response. ഇതും സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിലാണെങ്കിൽ ദർ വിൽ മീഡിയേറ്റഡ് ബൈ ബീറ്റാ സെൽസ്. സെൽ മീഡിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് T സെൽസുകളാണ് മീഡിയേറ്റ് ചെയ്യുന്നത്.
ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസസിൽ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നുണ്ട്, സെൽ മീഡിയേറ്റഡിൽ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നില്ല. ആൻറ്റിബോഡി മീഡിയേറ്റഡിൽ ആൻറ്റിബോഡിയാണ് ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഇതിൽ റിസപ്റ്റേഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ആൻറ്റിബോഡി മീഡിയേറ്റഡിലെ ബീറ്റാ സെൽസുകൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. T സെൽസിലാണെങ്കിൽ T സെൽ റിസപ്റ്റർ ബൈൻഡ് വിത്ത് T സെൽസ് ആൻഡ് T സെൽ themselves ബൈൻഡ് വിത്ത് ആൻറ്റിജൻസ്. Then it will give protection against extracellular bacterial and viral pathogens. Cell mediated immune response will give protection against fungi, virus and intracellular bacterial pathogens. Antibody mediated involve both T lymphocytes as well as B lymphocytes. കാരണം T lymphocytesനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിലോട്ട് പ്രസൻറ്റ് ചെയ്തിട്ടാണ് ബി ലിംഫോസൈറ്റ്സുകൾ സ്റ്റിമുലേറ്റ് ആവുന്നത്, എന്നിട്ടാണ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ സെൽ ഇൻവോൾവ്ഡ് ആർ ഹെൽപ്പർ ടി സെൽ, നാച്ചുറൽ കില്ലർ സെൽ, സൈറ്റോടോക്സിക് കില്ലർ സെൽസ് എന്നൊക്കെ പറയുന്ന സെല്ലുകളാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്. ആൻറ്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസ് വിൽ മീഡിയേറ്റ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ടൈപ്പ് 1, 2, 3. അതെന്താണ് എന്നുള്ളത് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണെങ്കിൽ സ്ലോ അല്ലെങ്കിൽ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനെ മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. ഡു നോട്ട് പ്രൊവൈഡ് ഇമ്മ്യൂണോളജിക്കൽ സർവൈലൻസ് ഇൻ കേസ് ഓഫ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇറ്റ് വിൽ പ്രൊവൈഡ് ഇമ്മ്യൂണോളജിക്കൽ സർവൈലൻസ്. ഇറ്റ് cannot eliminate tumor cell by antibody mediated immune response. Cell mediated immune response can provide or can eliminate the tumor cells, thus providing immunity against cancer. And antibody mediated response is involved in early graft rejection due to preformed antibody. Cell mediated response participate in rejection of organ transplant. Beta cell will directly bind with the soluble antigen and result in antibody production. Only T cell dependent antigen lead to cell mediated immune response, and only TH are involved. T cell അതായത് ഹെൽപ്പർ ടി സെൽസുകൾ മാത്രമാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസസിൽ ഇൻവോൾവ് ആവുന്നത്. ഇവിടെ CD4 ആൻഡ് CD8 കില്ലർ സെല്ലുകളും കൂടി ഇൻവോൾവ് ആവുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിംഫോകൈൻസുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോൺ സ്പെസിഫിക് അല്ലെങ്കിൽ ഡിഫെൻസീവ് മെക്കാനിസത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസുകളാണ് ഇൻ്റർലൂക്കിനായാലും ഇൻ്റർഫെറോൺസുകളായാലും, ഇൻ്റർഫെറോൺ, ഇൻ്റർലൂക്കിൻ, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ, ഇങ്ങനെയുള്ള പല കെമിക്കൽസിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് സൈറ്റോകൈൻസ് എന്ന് പറയും. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. സൈറ്റോകൈൻസിൽ അത് ടി ലിംഫോസൈറ്റ്സ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ലിംഫോകൈൻസ് എന്ന് പറയും. മോണോസൈറ്റും മാക്രോഫേജും റിലീസ് ചെയ്യുന്നതാണെങ്കിൽ മോണോകൈൻസ് എന്ന് പറയും. അതുപോലെ ലൂക്കോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇൻ്റർലൂക്കിൻ എന്ന് പറയും. അതൊക്കെ നമ്മൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫെൻസീവ് മെക്കാനിസത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുള്ളത്, അല്ലെങ്കിൽ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആൻഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.